വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം. അപ്പോൾ മൈ നെയിം ഈസ് ശ്രുതി എന്നാണ് കേട്ടോ, എൻ്റെ പേര് ശ്രുതി എന്നാണ്. അപ്പോൾ അറിയാത്തവർ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. നമ്മൾ പരീക്ഷാ തിരക്കിലൊക്കെയാണല്ലേ, പരീക്ഷയുടെ സമയത്താണ് പരീക്ഷാ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടം. അപ്പോൾ അടിസ്ഥാന പാഠാവലിയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് പരീക്ഷയൊക്കെ എഴുതിയ മക്കളാണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരികയും ചെയ്തു. അപ്പോൾ ഇനി മലയാളം അല്ലേ, ഫസ്റ്റ് കേരള പാഠാവലി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലെ കിളി എന്ന് പറയുന്ന ബിമലേന്ദ്ര ചക്രവർത്തിയുടെ ഒരു കഥ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം മരങ്ങളിൽ കുടിപാർത്ത് ശബ്ദവീചികൾ തീർത്ത് അനേകം പക്ഷികൾ ഇത്തരം കൗതുകങ്ങൾ കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു എന്ന് ഇതിൻ്റെ തുടക്കത്തിലുണ്ട്. അപ്പോൾ ആ കുഞ്ഞിൽ ഒരാളാണ് നമ്മുടെ പിക്ലു അല്ലേ. പിക്ലു എന്ന് പറയുന്നത് സഹജീവികളോട് സ്നേഹമുള്ള, തൻ്റെ ചുറ്റിലും കാണുന്നത് എന്തും കൗതുകത്തോടെ നിരീക്ഷിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാവുന്നുണ്ട്. പിക്ലുവിൻ്റെ പ്രായത്തെക്കുറിച്ചൊന്നും നമ്മുടെ കഥയിൽ പറയുന്നില്ല. പക്ഷേ പിക്ലുവിൻ്റെ പ്രവൃത്തിയിലൂടെ പിക്ലുവിൻ്റെ പ്രായം ഏതാണ്ട് നമുക്ക് ഊഹിച്ചെടുക്കാം. അല്ലെങ്കിൽ പിക്ലു ഒരു ബാലനാണ് അല്ലേ, ഒരു ചെറിയ കുട്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ കഥയിൽ ആ കഥാപാത്രത്തിനുള്ള, ഇപ്പോൾ പിക്ലുവിനെ കുറിച്ചാണ് എഴുതാൻ പറഞ്ഞെങ്കിൽ ആ കഥയിൽ പിക്ലുവിനുള്ള സ്ഥാനം എന്താണ്? പിക്ലു തന്നെയാണ് പ്രധാന കഥാപാത്രം. പിന്നെ പിക്ലുവിനുള്ള സ്വഭാവ സവിശേഷതകൾ എന്താണ്? പിക്ലുവിന് സഹജീവികളോടൊക്കെ സ്നേഹമായിരുന്നു അല്ലേ. ഏട്ടൻ ഒരു മൈനയെ എടുത്ത് കൂട്ടിലടച്ച സമയത്ത്, അല്ലെങ്കിൽ ചങ്ങല കൊണ്ട് കെട്ടിയിട്ട സമയത്ത് എന്താണ് തോന്നുന്നത് പിക്ലുവിന്? അതിനോട് ദയയും അനുകമ്പയും തോന്നുകയും അതിനെ ശുശ്രൂഷിക്കുകയും അല്ലേ പറത്തിവിടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പിക്ലുവിന് സങ്കടം വരുന്നുണ്ട്. ആ മൈന തൻ്റെ അതിൻ്റെ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ കൂട്ടിലെത്തിയിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ചിന്തയുണ്ട് അല്ലേ. ആ ഒരു കുട്ടിയുടെ മനസ്സിൻ്റെ നന്മയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അത് തന്നെയാണ് കഥാപാത്ര നിരൂപണമായിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആരുടെ കഥയാണ് എന്ന് നമുക്ക് എഴുതാം, അതുപോലെ ഏതാണ് കഥ എന്നും നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ അതിനൊരു തുടക്കം വേണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ബിമലേന്ദ്ര ചക്രവർത്തിയുടെ എന്താണ് തുടങ്ങേണ്ടത് നമ്മളെ? ബിമലേന്ദ്ര ചക്രവർത്തിയുടെ മനസ്സിലെ കിളി അല്ലേ. ബിമലേന്ദ്ര ചക്രവർത്തിയുടെ മനസ്സിലെ കിളി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ പിക്ലു പ്രകൃതിയോടുള്ള അഗാധമായ സ്നേഹവും അനുകമ്പയും നിറഞ്ഞ ഒരു കൊച്ചു ബാലനാണ് എന്ന് നമുക്ക് എഴുതാം അല്ലേ. തുടക്കം. ഇവിടെ സ്ഥലം ഇല്ലായിട്ടാണ് ഇവിടേക്ക് പോയത്, നിങ്ങൾക്ക് അത് ക്ലിയർ ആവില്ല എന്നുള്ളത്. നിങ്ങളെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇതൊരു പാരഗ്രാഫായിട്ട് എഴുതുക. അടുത്ത പാരഗ്രാഫിൽ ഇങ്ങനെ എഴുതാം: പിക്ലു പക്ഷികളെ അവൻ അതിയായി സ്നേഹിച്ചിരുന്നു. പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളോടും അല്ലേ സ്നേഹത്തോടെയും കാരുണ്യത്തോടെയുമാണ് അവൻ പെരുമാറുന്നത്. പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന അവൻ എന്നും രാവിലെ നേരത്തെ ഉണർന്ന് പൂന്തോട്ടത്തിലെത്തി കിളികളെ നിരീക്ഷിക്കും. കിളികളും മറ്റു ജീവജാലങ്ങളും അവനെ സന്തോഷത്തോടെ എതിരേൽക്കുമായിരുന്നു. കിളികളെ കൂട്ടിലടച്ച് വളർത്തുന്നതിനോട് അല്ലേ പിക്ലുവിന് എതിർപ്പായിരുന്നു അല്ലേ. പിക്ലു ചേട്ടനായ ടോട്ടൻ ഒരു മൈനയെ പിടിച്ചു കൂട്ടിലടച്ചു. പിക്ലുവിൻ്റെ ചേട്ടനായ ടോട്ടൻ എന്തു ചെയ്തു? ടോട്ടൻ ആരാണ്? ടോട്ടൻ എന്തു ചെയ്തു? ടോട്ടൻ ഒരു മൈനയെ പിടിച്ച് കൂട്ടിലടയ്ക്കുകയാണ്. പിറ്റേന്ന് ഉറക്കമുണർന്ന് പക്ഷികളുടെ സ്വരം കേൾക്കാൻ ഇറങ്ങിയ പിക്ലു കേട്ടത് ഒരു മൈനയുടെ ദീനരോദനമാണ്. കഷ്ടല്ലേ, പക്ഷികളുടെ സ്വരമെല്ലാം അല്ലേ, സ്വരം എന്ന് പറഞ്ഞാൽ ശബ്ദം ഒക്കെ കേൾക്കാൻ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കേൾക്കാൻ നോക്കുന്ന ആ ഒരു സമയത്ത് പിക്ലു കേട്ടത് ഒരു മൈനയുടെ ദീനരോദനമാണ് അല്ലേ, ദയനീയമായ കരച്ചിലാണ്. ആ സമയത്ത് ചേട്ടൻ തന്നോട് ദേഷ്യപ്പെടും എന്നൊന്നും ഓർക്കാതെ കാലിൽ ചങ്ങല കെട്ടി കൂട്ടിലിട്ട മൈനയെ അവൻ മോചിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. പിന്നീട്
പിക്ലുവിൻ്റെ ദുഃഖം. പറന്നുപോയ മൈന അമ്മയെ കണ്ടെത്തുമോ, വീട്ടിലെത്തുമോ എന്നെല്ലാം ഓർത്തായിരുന്നു. പക്ഷേ പിറ്റേന്ന് അതിനെ അമ്മയോടൊപ്പം കണ്ടപ്പോൾ പിക്ലു ഏറെ സന്തോഷിക്കുന്നു അല്ലേ? അമ്മയോടൊപ്പം കണ്ടപ്പോൾ പിക്ലു ഏറെ സന്തോഷിക്കുന്നു. പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കെല്ലാം അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ടെന്നും അവയോരോന്നും അതിൻ്റെതായ ഇടങ്ങളിലാണ് വസിക്കേണ്ടതില്ലേ എന്നും മനസ്സിലാക്കുന്ന കുട്ടിയാണ് പിക്ലു. അതായത് പക്ഷികളാണെങ്കിൽ പറന്ന് നടക്കണം, നമ്മൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നത് പോലെ പക്ഷികളെ നമുക്ക് പിടിച്ചു കൂട്ടിലിടാൻ കഴിയില്ല എന്നുള്ള ഒരു ധാരണ പിക്ലുവിന് ഉണ്ട്. പിക്ലുവിൻ്റെ നന്മയും സഹജീവികളോടുള്ള കരുണയും ഇവിടെ എടുത്തു കാണാം. ഇതാണ് ഒരു നമ്മുടെ കഥാപാത്ര നിരൂപണം പിക്ലുവിനെ കുറിച്ചാണെങ്കിൽ. ചേട്ടൻ ടോട്ടനെ കുറിച്ചാണെങ്കിലോ നേരെ വിപരീതമാണ് അല്ലേ? പിക്ലുവിനെ പോലെയല്ല ടോട്ടൻ. എന്താണ്, ആ പക്ഷിയെ എടുത്ത് കൂട്ടിലിടുകയാണ് അല്ലേ? അതിൻ്റെ ഒരവസ്ഥയൊന്നും മനസ്സിലാക്കാതെ ചങ്ങലയ്ക്ക് ഇട്ട് കെട്ടുന്നുണ്ട് അല്ലേ പിക്ലുവിൻ്റെ ചേട്ടനായ ടോട്ടൻ. നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ അടിപൊളി ഒരു ചോദ്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതാ നമ്മുടെ സൈലത്തിൻ്റെ ഓണം ഓഫറിനെ കുറിച്ചാണ് ടീച്ചർക്ക് പറയാനുള്ളത്. 7ാം ക്ലാസ്സിലെ ഒരു ബാച്ച് എന്ന് പറയുന്നത് അവഞ്ചേഴ്സ് ബാച്ചാണ്. നിങ്ങൾക്ക് മുന്നിൽ USS വരുന്നുണ്ട്. അപ്പോൾ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. പാഠപുസ്തകം മാറിയ ഈ ഒരു വേളയിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു അടിപൊളി ഒരു ട്യൂഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലേ? അതിനാണ് നമ്മുടെ സൈലത്തിൻ്റെ അവഞ്ചേഴ്സ് ബാച്ച്. അടിപൊളി എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. ഇത് 1999 രൂപയായിരുന്നു ഇതിൻ്റെ ഫീ എന്ന് പറയുന്നത്. എന്നാൽ ഇനി ആ ഒരു ഫീ നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. ഇതിൻ്റെ 20% ഓഫറിലാണ് ഇനി നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കൂപ്പൺ കോഡ് കാണുന്നുണ്ടോ? ഈ ഒരു കൂപ്പൺ കോഡ് മക്കൾക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൈലം ആപ്പ് എന്ത് ചെയ്യണം? പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ഒരു ഓഫർ സ്വീകരിച്ച് നമ്മുടെ സൈലത്തിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ടീച്ചർ പോവുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ മറക്കാതെ നിങ്ങൾ മാരത്തോൺ ക്ലാസ്സുകൾ കണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.